ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. അങ്ങനെ നമ്മുടെ +2 കൊമേഴ്സിന്റെ മോഡൽ എക്സാം ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. എവിടെ എത്തി നിങ്ങളുടെ പ്രിപ്പറേഷൻസ്? നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയോ, അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാത്ത ആളുകളാണോ എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമുക്കറിയാം എല്ലാവരും ലാബ് എക്സാമിന്റെ തിരക്കിലായിരിക്കും അല്ലേ. അക്കൗണ്ടൻസിലെ ലാബ് എക്സാം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഓപ്ഷൻ പേപ്പേഴ്സിലെ ലാബ് എക്സാം ഉണ്ട്. സോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ലാബ് എക്സാം എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇപ്പം +2 കൊമേഴ്സിന്റെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫെബ്രുവരി 17 മുതലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ കൊമേഴ്സിൽ എക്സാമിനേഷൻ വരുന്നത്. സോ ഇനി നമ്മുടെ മുന്നിലുള്ളത് വെറും ലിമിറ്റഡ് ഡേയ്സ് ഓഫ് ടൈം മാത്രമാണ്. സോ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ +2 ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ്. ഈ 11 ചാപ്റ്റേഴ്സ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. സോ ഇനി നിങ്ങൾ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ വായിച്ച് നോക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുക, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. അതിൽ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്, കോർഡിനേഷൻ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ എല്ലാം എടുത്ത് വായിച്ച് നോക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ എഴുതി നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കിട്ടില്ല, ഈ നോക്കി എഴുതണം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ സ്വയം നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ നിങ്ങൾ എക്സാമിനേഷന് പ്രസന്റ് ചെയ്യുക അതേപോലെ എഴുതി നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം മാത്രം, ആ ഒരു കോൺസെപ്റ്റ് മാത്രം വായിച്ചു നോക്കുക. സോ അങ്ങനെ ഓരോരോ ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എടുക്കുന്നു, പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരുപാട് സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അതെല്ലാം റെഫർ ചെയ്യുക. എന്നിട്ട് ചോദ്യങ്ങൾ എഴുതി നോക്കുക. എഴുതി കഴിഞ്ഞാൽ മാത്രമേ ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ. സോ അതുകൊണ്ട് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം. ഓരോ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഇനി നമ്മൾ ഈ ഇത്തരത്തിൽ ചോദ്യങ്ങൾ പഠിക്കുന്ന സമയത്ത്, ചോദ്യങ്ങളോടെ എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിലെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലെയും വെയിറ്റേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈവൻ ദോ പബ്ലിക് എക്സാമിലേക്കുള്ള സെയിം വെയിറ്റേജ് തന്നെയാണ് മോഡൽ എക്സാമിനേഷനും ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പബ്ലിക് എക്സാമിലേക്കോ അല്ലെങ്കിൽ മോഡൽ എക്സാമിലേക്കോ +2 ബിസിനസ് സ്റ്റഡീസിലെ ഓരോ ചാപ്റ്റേഴ്സിലെയും ചാപ്റ്റർ വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിലെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് പർപ്പസ് അല്ലെങ്കിൽ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നമുക്കറിയാം ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ്, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, കോർഡിനേഷൻ, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിനടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് 7 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. നമുക്കറിയാം 14ഓളം പ്രിൻസിപ്പിൾസ് ഹെൻറി ഫയലിന്റെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ FW ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാറുണ്ട്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാം ഒന്നും ഇപ്പോൾ 14 പ്രിൻസിപ്പിൾസ് SAക്ക് ചോദിക്കും എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു 3-4 പ്രിൻസിപ്പിൾസ് ആയിരിക്കാം ചോദിക്കുന്നത്. സോ ഏതെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ ബിസിനസ് എൻവയോൺമെന്റ് ചാപ്റ്ററാണ്. 4 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ചെറിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ബിസിനസ് എൻവയോൺമെന്റ്. സോ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിനടുത്ത് 4ാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ് ആണ്. മാനേജ്മെന്റ് ഫംഗ്ഷനിൽ 1ാമത്തെ ഫംഗ്ഷൻ പ്ലാനിംഗ് 6 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിംഗ് ആണ്. 7 മാർക്കിന് ചോദിക്കാം. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്ന ഓർഗനൈസിംഗ് സ്ട്രക്ചർ, അതേപോലെ തന്നെ ഫംഗ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒക്കെ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഡെലിഗേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ പഠിച്ചു വെക്കുക. ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇതിനടുത്ത് സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. സോ മേ ബി ഒരു എസ്സേ ഒക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം സെലക്ഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സ്, സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട പ്രോസസ്സ്, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അതൊക്കെ റെഫർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതിന് 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ആണ്. 11 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിനുള്ളത്. സോ ഉറപ്പായിട്ടും ഒരു എസ്സേ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാനുള്ള സാധ്യത, എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഒരുപാട് കോൺസെപ്റ്റുകളും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് ഡയറക്റ്റിംഗിന്റെ. അതെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ക്രിസ്മസ് എക്സാമിന് എസ്സേ ചോദിച്ചുള്ള ഡയറക്റ്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. സോ ആ രീതിയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനടുത്തത് കൺട്രോളിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാറുള്ളൂ. നേരത്തെ ബിസിനസ് എൻവയോൺമെന്റ് 4 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കൺട്രോളിംഗ് എന്ന ചാപ്റ്ററിലും കൺട്രോളിംഗിന്റെ പ്രോസസ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അത് ചോദിക്കാൻ സാധ്യത. പിന്നെ പ്ലാനിങ്ങും കൺട്രോളിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതും നോക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഇതിനടുത്തത് 9ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 10 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഒരുപാട് കോൺസെപ്റ്റുകൾ, ഡിഫിക്കൽട്ടിയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി. സോ കൂടുതൽ ചോദ്യങ്ങൾ റെഫർ ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, ഡിസിഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം റെഫർ ചെയ്യുക. ഇതിനടുത്തത് 10ാമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ മക്കളെ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്, ദെൻ ലാസ്റ്റ് പ്രൊമോഷണൽ മിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബ്രാൻഡിങ്, ലാബലിംഗ്, പാക്കേജ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിലുണ്ട്. ഏത് വേണമെങ്കിലും എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക, എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം റെഫർ ചെയ്യുക. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് 11th ചാപ്റ്റർ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് 4 മാർക്കിന് ചോദിക്കുള്ളൂ. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കേണ്ടത്, നമുക്ക് ചെറിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം എടുക്കാം. ഏതൊക്കെ ചെറിയ വെയിറ്റേജ് ചാപ്റ്റർ? ഒന്നാമതായിട്ട് ഇതാ ബിസിനസ് എൻവയോൺമെന്റ് ചെറിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതിനുശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കൺട്രോളിങ് 4 മാർക്കിന്റെ ചാപ്റ്ററാണ്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷനും 4 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും 5 മാർക്കിന്റെ മുകളിൽ, അതായത് 6, 7, 8, 9, 10, 11 മാർക്ക്, 12 മാർക്കിന് വരെ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പം ഈ 3 ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്താക്കുക, എല്ലാ ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ കൂടുതൽ റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 50+ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു 12 മാർക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര മാർക്ക് ഉണ്ടാകുന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. സോ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് തൽക്കാലത്തേക്ക് കുറച്ച് സൈഡ് ആക്കി വെക്കുക. അതായത് കുറേ അധികം പ്രിപ്പയർ ചെയ്യാനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് പതുക്കെ സൈഡ് ആക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 12 വെയിറ്റേജ് ഉള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന 10ാമത്തെ ചാപ്റ്റർ. അതേപോലെ തന്നെ 11 വെയിറ്റേജ് ഉള്ള ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ, 9 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 10 മാർക്കിന്റെ ചാപ്റ്റർ, 10 മാർക്കിന്റെ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ഈ ഒരു 4 ചാപ്റ്റർ ഒന്നായിരിക്കും എസ്സേ ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ, എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ 4 പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്നാണ്. അതായത് 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ, ദെൻ 10ാമത്തെ ചാപ്റ്റർ. ഈ 4 ചാപ്റ്ററാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ എസ്സേ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എടുത്ത് നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സോ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഇനി മുതൽ മോഡൽ എക്സാമിലേക്കും പബ്ലിക് എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ചാപ്റ്റേഴ്സ് മുഴുവൻ വായിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. സാർ ആദ്യം പറഞ്ഞിട്ട്. സോ ഈ രീതിയിൽ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.